ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത്. അനിരാകരണമസ്ത്യനിരാകരണം മേ അസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ എല്ലാവർക്കും. അധ്യായം പേജില് ലൈവ് വരാൻ എന്തോ സാങ്കേതികമായിട്ട് എന്തോ പ്രയാസം കാണുന്നുണ്ട്. സെറ്റിങ്സ് എന്തെങ്കിലുമൊക്കെ മാറ്റിയോ നീ എന്നറിയില്ല, നോക്കാം നമുക്ക്. എന്തായാലും അത് നടക്കണില്ല എന്ന് കണ്ടപ്പോ പ്രൊഫൈലിൽ തന്നെ വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കേട്ടാൽ മതിയല്ലോ അല്ലെ, എവിടെയായാലും കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മളെ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മുടെ പാഠം തുടരുന്നത്. പാഠത്തിന് ഇങ്ങനെ ഒത്തുചേരുന്നതിന് ഇടവേള ഉണ്ടെങ്കിലും പഠനത്തിന് ഇടവേള ആവശ്യമില്ല. ഇവിടെ സ്വാധ്യായം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിലെ സ്വാധ്യായം നടക്കട്ടെ, അതാണല്ലോ പ്രധാനം. ഏതായാലും നമുക്ക് രണ്ടാം ഖണ്ഡം ഒന്നാം മന്ത്രത്തിന്റെ ഭാഷയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ശബ്ദമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വിചാരിക്കട്ടെ, കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കട്ടെ. അപ്പൊ നമുക്ക് മന്ത്രം ഒന്ന് ചൊല്ലിയതിനു ശേഷം ഭാഷ്യത്തിന്റെ തുടർച്ച ശ്രദ്ധിക്കാം. ഓം സദേവ സൗമ്യേതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം തദ്ധൈക അസദേവേദമഗ്ര ആസീത് ഏകമേവാദ്വിതീയം തസ്മാദസതഃ സജ്ജായത. ഈ ഒരു മന്ത്രം ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഉപനിഷത്തുക്കളുടെ മുഴുവനും സാരരൂപമായിട്ടുള്ള കാതലായിട്ടുള്ള ഒരു മന്ത്രമാണ്. അല്ലയോ സൗമ്യ, സത്ത് മാത്രമാണ് ഈ കാണാകുന്നതെല്ലാം അഗ്രേ സൃഷ്ടിക്ക് മുമ്പ്. ഇതം സർവം സദേവ ആസീത്, സത്ത് മാത്രമാണ് ആയിരുന്നു. ആസീത് എന്നുള്ളതിന് ആയിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഈ കാണാകുന്നതെല്ലാം, അതായത് നാമരൂപാത്മകമായിട്ട് ഇപ്പോ എന്തെല്ലാം മനസ്സിലാക്കപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇതം ജഗത്ത്, ഈ ജഗത്ത് ഇതെന്തായിരുന്നു?
സദൈവ സത്ത് മാത്രമായിരുന്നു. അത് ശങ്കരാചാര്യ സ്വാമികൾ വളരെ വ്യക്തമാക്കി എങ്ങനെയുള്ള സത്ത് എന്നുള്ളത്. നമുക്ക് അങ്ങോട്ട് പോയാൽ മുന്നോട്ട് പോവില്ല, എന്നാലും ഒന്ന് നോക്കാലോ അല്ലെ. സദൈവ എങ്ങനെയുള്ള സത്ത്? സൂക്ഷ്മം നിർവിശേഷം സർവഗതം ഏകം നിരഞ്ജനം നിരവയവം വിജ്ഞാനം യദവഗമ്യതേ സർവവേദാന്തേഭ്യഃ തത് സത്. അങ്ങനെയുള്ള സത്ത് മാത്രമായിരുന്നു ഈ കാണാകുന്നതെല്ലാം സൃഷ്ടിക്ക് മുമ്പ്. അപ്പൊ അത്രയും ഏകവും അദ്വിതീയവുമായിട്ടുള്ള സജാതീയ വിജാതീയ സ്വഗതഭേദശൂന്യമായിട്ടുള്ള സത്ത് മാത്രമായിരുന്നു ഇതെല്ലാം. ഈ കാണാകുന്ന നാമരൂപാത്മകമായിട്ടുള്ള ഭാവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് താല്പര്യം. അത് പറഞ്ഞ സമയത്ത് ഇത് തന്നെയല്ലേ വൈശേഷികനും പറയുന്നത് എന്നുള്ള പൂർവപക്ഷം ഉന്നയിച്ചു. അതിന് സമാധാനം പറഞ്ഞു. വൈശേഷികൻ ഏകമേവ അദ്വിതീയം സത് പൂർവം ആസീത് എന്ന് പറയുന്നില്ല, ഇപ്പോ കാര്യം സത്താണെന്ന് പറയുന്നുണ്ട്. സൻഘടഃ സൻപടഃ സദ്ദ്രവ്യം സൻരൂപഃ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഏകവും അദ്വിതീയവുമായിരിക്കുന്ന ഒരു സത്തിനെ വൈശേഷികൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് വൈശേഷികൻ പറയുന്ന സത്ത് തന്നെയാണ് ഇവിടെ പറയപ്പെടുന്നത്. അല്ലെങ്കിൽ വേദാന്തി പറയുന്ന സത്തിനെ കുറിച്ച് വൈശേഷികനും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിലാക്കലിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് മറുപടി കൊടുത്തു. അപ്പോഴാണ് അടുത്ത ആള് വരുന്നത്, വൈനാശികൻ വരുന്നത്. വൈനാശിക പക്ഷമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം ഒന്നും കൂടി വായിച്ചിട്ട് പോവാം. നിങ്ങൾക്ക് ആവർത്തനം ദോഷമല്ല എന്നാ പറയാ. പക്ഷെ ഒരുപാട് ആവർത്തനമായാലും ദോഷമാണ്. എന്നാലും ഒരു ഇടവേള ഉള്ളത് കൊണ്ട് വീണ്ടും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ മുൻ പാരഗ്രാഫ് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. തത് തത്ര ഹ ഏതസ്മിൻ പ്രാഗുത്പത്തേഃ വസ്തു നിരൂപണേ ഏകൈ വൈനാശികാഃ ആഹുഃ വസ്തു നിരൂപയന്തഃ അസത് അഭാവമാത്രം പ്രാഗുത്പത്തേഃ ഇദം ജഗത് ഏകമേവ അഗ്രേ അദ്വിതീയം ആസീത് ഇതി. ഈ വിഷയത്തിൽ വൈനാശികന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത് അസദേവ ഇതം അഗ്രേ ആസീത് എന്നാണ്. എങ്ങനെയുള്ളവരാണ് അവര്? വസ്തു നിരൂപണം ചെയ്യുന്നവര് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള പറഞ്ഞാൽ ചില വൈനാശികന്മാർ എന്ത് പറയുന്നു? അവരെങ്ങനെയുള്ളവരാണ്? വസ്തു നിരൂപയന്തഃ. അവര് പറയാണ് പ്രാഗുത്പത്തേഃ, ഈ നാമരൂപ ആവിർഭാവത്തിന് മുമ്പ് ഇതം ജഗത്, ഈ ജഗത് അസദേവ ആസീത്, അസത്തായിരുന്നു എന്ന് പറയുന്നു. എങ്ങനെയുള്ള അസത്ത്? വെറും അസത്തല്ല, ഏകവും അദ്വിതീയവുമായിട്ടുള്ള അസത്തായിരുന്നു ഇത് എന്ന് പറയുന്നു. സജാതീയ വിജാതീയ സ്വഗത ഭേദശൂന്യങ്ങളൊന്നും ഇല്ലാത്ത അസത്തായിരുന്നു. അസത്തിന് അവരിങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ കൽപ്പിക്കുന്നു. അങ്ങനെയുള്ള അസത്തായിരുന്നു സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നത് എന്ന് വൈനാശികന്മാര്, ശൂന്യവാദികൾ പറയുന്നു. സദഭാവമാത്രം ഹി പ്രാഗുത്പത്തേഃ തത്വം കൽപ്പയന്തി ബൗദ്ധാഃ. ബൗദ്ധന്മാര് പറയുന്ന എന്താണ്? പ്രാഗുത്പത്തേഃ, ഉത്പത്തിക്ക് മുമ്പ്, സദഭാവമാത്രം തത്വം കൽപ്പയന്തി. സദഭാവമാത്രമായിട്ടുള്ള സത്തിന്റെ അഭാവം. അസത് പറഞ്ഞാൽ അവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള നഞ്ഞെന്നുള്ള ഒരു പ്രത്യയം വന്നിട്ടാണ്, സത് എന്നുള്ളതിന്റെ കൂടെ നഞ്ഞ് പ്രത്യയം വന്നിട്ടാണ് ആ സത് എന്നുള്ള ശബ്ദം ഉണ്ടാവുന്നത്. അപ്പൊ സത് വിപരീതം, ഉള്ളതിന് വിപരീതം എന്ന് പറഞ്ഞാൽ അത് ഇല്ലായ്മയാണല്ലോ. അപ്പൊ അതാണ് മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് വൈനാശികന്മാര് പറയുന്നു. ആ പറച്ചിലിന് തന്നെ വലിയ ദോഷമുണ്ട് അല്ലേ? അസത്താണ് ഉണ്ടായിരുന്നത്. ഉണ്ടായിരുന്നു പറയുമ്പോൾ അവിടെ ഉണ്മയായി. അസത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വ്യാഹതിയാണ്, വ്യാഘാത ദോഷമാണ്, പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് ചുരുക്കം. നതു സത് പ്രതിദ്വന്ദ്ി വസ്തുന്തരം ഇച്ഛന്തി. ഈ ബൗദ്ധന്മാര് സത് പ്രതിദ്വന്ദിയായിട്ടുള്ള വൈനാശികന്മാര് സത്തിന് പ്രതിദ്വന്ദിയായിട്ടുള്ള മറ്റൊരു വസ്തു ഉണ്ട് എന്നുള്ളത് ഇച്ഛിക്കുന്നില്ല തന്നെ.
സത്തല്ലാത്തതായിട്ടുള്ള മറ്റൊന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് അവര് അംഗീകരിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ വൈശേഷികന്മാർ അങ്ങനെയല്ല. വൈശേഷികന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം സത്താണെന്ന് അവർ അംഗീകരിക്കുന്നു. അവര് കാരണം തീരെ ഇല്ല എന്ന് പറയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണമുണ്ട്. പക്ഷെ ആ കാരണം മാത്രമായിരുന്നു. കാരണത്തിൽ കാര്യം അത്യന്തമില്ലാത്തതായിരുന്നു. അതിൽ നിന്ന് പിന്നെ കാരണത്തിൽ നിന്നും പിന്നെ കാര്യം രൂപപ്പെട്ടു എന്നാണ് വൈശേഷികന്മാര് പറയുന്നത്. അപ്പൊ വൈശേഷികന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്യന്ത അഭാവമല്ല. എന്നാൽ വൈനാശികന്മാരല്ല, അങ്ങനെയല്ല പറയുന്നത്. വൈനാശികന്മാരെ സംബന്ധിച്ചിടത്തോളം കാരണം എന്നുള്ളത് എന്താണ്? അത്യന്തം അസത്താണ്, ഒട്ടും ഇല്ലാത്തതാണ്. അതാണ് ഇവിടെ പറയുന്നത്. നതു സത്പ്രതിദ്വന്ദ്ി വസ്തു അന്തരം ഇച്ഛന്തി. സത്യ പ്രതിദ്വന്ദ്ിയായിട്ടുള്ള ഒരു വസ്തു ഉണ്ട് എന്ന് അവര് അംഗീകരിക്കുന്നില്ല. യഥാ സച്ച അസതി ഗൃഹ്യമാണം യഥാ ഭൂതം തത് വിപരീതം തത്വം ഭവതി നൈയായികാഹ. നൈയായികന്മാര് പറയുന്നത് പോലെ ഒരു വസ്തുവന്തരത്തെ സൃഷ്ടിക്ക് മുമ്പുള്ളതായിട്ട് വൈനാശികന്മാര് അംഗീകരിക്കുന്നില്ല. ഇവിടെ നൈയായികന്മാരെ പറഞ്ഞിരിക്കുന്നത് വ്യതിരേക ദൃഷ്ടാന്തത്തിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ വൈനാശികന്മാര് പറയുന്നത് പോലെ, വൈശേഷികന്മാര് പറയുന്നത് പോലെ വൈനാശികന്മാർ പറയുന്നില്ല. വൈശേഷികന്മാര് പറയുന്നത് പോലെ അല്ല വൈനാശികന്മാര് പറയുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ യഥാ പറഞ്ഞിട്ട് വൈശേഷികന്മാരുടെ പക്ഷത്തെ പറയുന്നത്. വൈശേഷികന്മാരെന്താ പറയുന്നത്? സത് അസതിക്ക്, സത്തെന്നും അസത്തെന്നും. അതെങ്ങനെയാണ്? ഗൃഹ്യമാണം യഥാഭൂതം തത്വം. ഗൃഹ്യമാണം യഥാഭൂതം തത്വം അത് സത്ത്. തത് വിപരീതം അസത്ത്. ഇപ്പൊ നമ്മളാൽ മനസ്സിലാക്കപ്പെടുന്ന, നമ്മളാൽ അറിയപ്പെടുന്ന ഗൃഹ്യമാണ് യഥാഭൂതം. നമുക്ക് എങ്ങനെയൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള വസ്തു, അതെന്താണ്? സത്ത്. തത് വിപരീതം, അതിന് വിപരീതമായിട്ടുള്ളത്, നമുക്ക് കാണാനും കേൾക്കാനും ഒന്നും പറ്റാത്തതായിട്ടുള്ള ഒന്ന്, അതിനെയാണ് അവര് അസത്ത് എന്ന് പറയുന്നത്. തത് വിപരീതം തത്വം ഭവതീതി നൈയായികാഹ. അപ്പൊ ചുരുക്കം എന്താന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയണെന്ന് വെച്ചാൽ, നൈയായികന്മാരെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്ക് മുമ്പ് അത്യന്തം അസത്താണെന്നല്ല അവർ പറയുന്നത്. മറിച്ച് ഈ കാര്യാകാരത്തിലുള്ളതൊന്നും, ഈ കാര്യം കാരണത്തിൽ തീരെ ഉണ്ടായിരുന്നില്ല എന്നേ അവർ പറയുന്നുള്ളൂ. കാരണമായിട്ട് അവരൊന്നിനെ പറയുന്നുണ്ട്, പരമാണുക്കളാണ് കാരണമായിട്ടുള്ളത് എന്ന് അവർ പറയുന്നു. പക്ഷെ അതുപോലെ ഒരു കാരണത്തെ വൈനാശികന്മാർ അംഗീകരിക്കുന്നില്ല. വൈനാശികന്മാരെ സംബന്ധിച്ചിടത്തോളം അത്യന്ത അഭാവമാണുള്ളത്. ഇല്ല പറഞ്ഞാൽ ഇല്ല, പക്ഷെ ഇല്ലായ്മ ഉണ്ട് എന്ന് പറയുന്നു. അവിടെയാണ് കുഴപ്പം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ഇല്ലായ്മയെ ഒരിക്കലും സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അത്യന്ത അഭാവത്തെ, ശൂന്യത്തെ ഒരിക്കലും സ്ഥാപിക്കാൻ പറ്റില്ല. ശൂന്യം ഇല്ല. ശൂന്യം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഒരാളുണ്ടാവണം. ആ ആളുടെ സത്തയെ നിഷേധിക്കാൻ സാധിക്കില്ല. ബാക്കി എല്ലാം നിഷേധിക്കാന്ന് വെച്ചോട്ടെ. പക്ഷെ ആ ശൂന്യം എന്നുള്ളത്, ശൂന്യം സ്വയമേവ അറിയില്ലല്ലോ. സ്വയമേവ അറിയുന്നതാണെങ്കിൽ അത് പിന്നെ ശൂന്യമല്ലല്ലോ, അത് സത്താണ്, വേദാന്തമാണ്, അല്ലെ? അപ്പൊ ശൂന്യം സ്വയമേവ അറിയുന്നതല്ല. ശൂന്യത്തെ അറിയണമെന്നുണ്ടെങ്കിൽ അന്യനായിട്ടുള്ള ഒരാൾ വേണം. ശരി, അന്യനായിട്ട് ഒരാൾ ഉണ്ടെങ്കിലോ അയാളുടെ സത്തയെ നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വിധത്തിൽ വൈനാശികൻ പറയുന്ന അസത് എന്നുള്ളത് അത്യന്ത അഭാവമാണ്. അസത്തില്ല. ശരിക്കും പറഞ്ഞാൽ സത്തില്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? സത്തുണ്ട് എന്നുള്ളതിന്റെ തെളിവായി. യഥാ സച്ച അസതി ഗൃഹ്യമാണം യഥാഭൂതം. സച്ച അസതി ഗൃഹ്യമാണം യഥാഭൂതം തത് വിപരീതം ച തത്വം ഭവതി ഇതി നൈയായികാഹ. നൈയായികന്മാർ പറയുന്നത് പോലെ ഒരു തത്വത്തെ വൈനാശികന്മാര് അംഗീകരിക്കുന്നില്ല.
യഥാ സച്ച അസതിതി ഗൃഹ്യമാണം യഥാഭൂതം തത് വിപരീതം തത്വം ഭവതി ഇത് നൈയായികാഃ. നൈയായികന്മാർ പറയുന്നത് പോലെ ഇവിടെ വൈനാശികന്മാർ സത്തിന് വിപരീതമായിട്ടുള്ള, സത്തല്ലാത്തതായിട്ടുള്ള ഒരു തത്വം ഉണ്ട് എന്ന് അംഗീകരിക്കുന്നില്ല. കാര്യം സത്താണെന്ന് അവർ പറയുന്നു. കാര്യം മുമ്പ് തീരെ ഉണ്ടായിരുന്നില്ല, അസത്താണെന്ന് അവർ പറയുന്നു. കാര്യം അസത്തായിരുന്നു, സൃഷ്ടിക്ക് മുമ്പ് കാര്യം അസത്തായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അസത്ത് എന്ന് പറയുമ്പോഴും അവിടെ അത്യന്തമായിരിക്കുന്ന അസദ്ഭാവത്തെ അല്ല അവര് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തുണ്ട്? പരമാണുക്കൾ കാരണമായിട്ടുണ്ട്. അപ്പൊ അവിടെ അത്യന്തം അസത്ത് വൈശേഷികന്മാരൊരിക്കലും പറയുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് വൈനാശികന്മാര് പറയുകയാണെന്ന് വെച്ചോട്ടെ, അസത്താണ് ഉണ്ടായിരുന്നത്, ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാ അവര് പറയേണ്ടത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. സത്തേ ഉണ്ടായിരുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ, അഥവാ ശൂന്യമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? ആ ശൂന്യത്തെ അറിയുന്ന ഒരു ആളുടെ സാന്നിധ്യം അവിടെ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അതറിയുന്നതായിട്ടുള്ള ഒരു ചൈതന്യ ഭാവം അവിടെ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അസത്താണ്, ശൂന്യമാണുള്ളത് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ശൂന്യവാദികളുടെ വാദം ഒരിക്കലും തന്നെ നിലനിൽക്കുന്നതല്ല. പിന്നെ നെറ്റിന് ചെറിയൊരു കുഴപ്പം വന്നതാണ്. ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കട്ടെ. ഇവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നതാണ്. പിന്നെ എന്താണ് കട്ടായി പോകുന്നതെന്ന് അറിയില്ല. കഥം പ്രാഗുത്പത്തേഹ ഇദം ആസീത് അസദ് ഏകമേവ അദ്വിതീയം ച ഇതി കാലസംബന്ധഃ സംഖ്യാസംബന്ധഃ അദ്വിതീയത്വം ച ഉച്യത്തെ തൈഹി. എങ്ങനെയാണ് ഇവരാൽ ഇത് പറയപ്പെടുന്നത്? ഏത്? ഉത്പത്തിക്ക് മുമ്പ് ഇദം ആസീത് അസദ്, അസത്താണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ശൂന്യം, ഒന്നുമില്ലായ്മയാണ് പറയുന്നത്. പക്ഷെ അതോടൊന്നിച്ച് അവരെന്ത് പറയുന്നു? ഏകം എവ അദ്വിതീയം എന്നുള്ളത്. കാരണം അങ്ങനെയാണ് മന്ത്രം. അസത് ഏകമേവ അദ്വിതീയം, അസദേവ അസീദിതം ഏകമേവ അദ്വിതീയം. അപ്പൊ അസത്താണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഏതുപോലെ ചോദിച്ചാൽ ശശശൃംഗം. ശശശൃംഗം പറഞ്ഞാൽ മാനിന്റെ കൊമ്പ്. മാനിന്റെ കൊമ്പാണ് ഉണ്ടായിരുന്നത്. അത് ഏകമായിരുന്നു. ഒരേ ഒരു മാനിന്റെ കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എണ്ണം പറയുന്നു. മാനിന്റെ കൊമ്പിന്, സോറി, മുയലിന്റെ കൊമ്പ്. മാനിന് കൊമ്പുണ്ട്, മുയലിന്റെ കൊമ്പ്. മുയലിന്റെ കൊമ്പിന് എന്ത് പറയുന്നു? എണ്ണം പറയുന്നു. മുയലിന്റെ കൊമ്പ് എന്ന് എടുക്കണ്ട, മനുഷ്യന്റെ കൊമ്പ് എന്ന് എടുത്താൽ മതി. മനുഷ്യന്റെ കൊമ്പ് അല്ലെ, എണ്ണം പറയുന്നത് നമ്മൾ മനുഷ്യന്റെ കൊമ്പിന്. മനുഷ്യന് കൊമ്പേ ഇല്ല. ആ കൊമ്പില്ലാത്തതിന് ഇനി എണ്ണം കൂടെ പറഞ്ഞാലോ? എന്നിട്ട് പറയാണ് മുമ്പ് കൊമ്പ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആരുടെ കൊമ്പ്? മുയലിന്റെ കൊമ്പ് അല്ലെങ്കിൽ മനുഷ്യന്റെ കൊമ്പ്. ഈ പറയുന്നതിന് തുല്യമാണ് ഇവർ പറയുന്നത് അസത്തായിട്ടുള്ളത് ഏകമായിരുന്നു, അദ്വിതീയമായിരുന്നു എന്നുള്ളത്. എങ്ങനെയാണ്? കാലസംബന്ധവും സംഖ്യാസംബന്ധവും ഒക്കെ അസത്തിനോട് ചേർത്ത് പറയുക. അതെന്താണ്? അങ്ങേയറ്റം അസംബന്ധമാണ്. അപ്പൊ ഇവിടെ ഈ ഒരു കഥം പ്രാഗുത്പത്തേഹ എന്ന് പറഞ്ഞത് ഒരു സംശയമായിട്ട് ഒരു പക്ഷെ ഇത് കേൾക്കുന്ന ആള്, പഠിക്കാനായിട്ട് താല്പര്യത്തോട് കൂടിയിട്ടിരുന്ന് കേൾക്കുന്ന ആള് ചോദിക്കുന്ന സംശയമാണ്. എങ്ങനെയാണ് ഉത്പത്തിക്ക് മുമ്പ് ഇത് അസത്താണ് ഉണ്ടായിരുന്നത് എന്ന് പറയുക, അതേ സമയത്ത് ആ അസത്തിനോട് ചേർത്തിട്ടൊരു സംഖ്യാസംബന്ധവും കാലസംബന്ധവും പറയുക? അത് തീർത്തും യുക്തമല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പോ മറുപടി പറയാണ് ആചാര്യൻ. എന്താണ്? പാഠം. തീർച്ചയായിട്ടും നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ യുക്തം തേശാം. എങ്ങനെയുള്ളവർക്ക്? ഭാവ അഭാവ മാത്ര അഭ്യുപഗച്ഛത. ഭാവത്തിന്റെ അഭാവത്തെ മാത്രം അഭ്യുപഗച്ഛത അംഗീകരിക്കുന്നവരായ, ഭാവത്തിന്റെ അഭാവത്തെ മാത്രം അംഗീകരിക്കുന്നവരായ, ഭാവത്തിന്റെ അഭാവം എന്ന് വെച്ചാൽ എന്താണ്? സത്തിന്റെ അഭാവം. സദഭാവം അസത്ത്, ശൂന്യം. ശൂന്യത്തെ മാത്രം അംഗീകരിക്കുന്നവരായ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും യുക്തല്ല. എന്ത് യുക്തല്ല? അവര് പറയുന്നത് ഒരിക്കലും യുക്തല്ല. അസത്താണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഒട്ടും യുക്തല്ല.
അസത്യമാത്ര അഭ്യുപഗമഹാപി അയുക്തഃ ഇവ അഭ്യുപഗന്തുഃ അനഭ്യുപഗമ അനുപപത്തേഹേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. അസത്യമാത്ര അഭ്യുപഗമഹാപി അയുക്തഃ. അസത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ആ അഭ്യുപഗമം അങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വാദം ഒരിക്കലും തന്നെ യുക്തമല്ല. അയുക്തമാണ്. എന്തുകൊണ്ട്? അവരെ അഭ്യുപഗന്തുഹു അപ്പി അനഭ്യുപഗമം ഇച്ഛന്തി. അഭ്യുപഗന്തുഹു അപ്പി അനഭ്യുപഗമം ഇച്ഛന്തി. അവരെ പ്രമാതുഹു അപ്പി അഭാവഃ ഇച്ഛന്തി. ശൂന്യത്തെ അറിയുന്ന ഒരാളുടെ പോലും അഭാവത്തെയാണ് അവര് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശൂന്യമുണ്ട് എന്ന് എങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കും? അറിയുന്ന ഒരു ആളില്ല എന്ന് വെച്ചാൽ, അറിയപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ശൂന്യം ഒരിക്കലും തന്നെ ഉണ്ട് എന്നുള്ളത് വരുന്നില്ലല്ലോ. അപ്പൊ അഭ്യുപഗന്താവ് പോലും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അത് തീർത്തും അസംബന്ധം തന്നെ. അവിടെ അഭ്യുപഗന്തുഹു അനഭ്യുപഗമം ഇച്ഛന്തി തത് അനുപപന്നമേവ. അഭ്യുപഗന്തുഹു അനഭ്യുപഗമ അനുപപത്തേഹേ. ഇതാനീം അഭ്യുപഗന്ത. അപ്പൊ അവിടെ വൈനാശികൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അങ്ങനെയല്ല, സൃഷ്ടിക്ക് മുമ്പ് ഒരു അഭ്യുപഗന്ത ഇല്ല എന്നേ പറയുന്നുള്ളൂ. ഇപ്പോ സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആള് ഇല്ല എന്ന് നിഷേധിക്കുന്നില്ല. ഇപ്പൊ ആളുണ്ട്. എന്ത്? സൃഷ്ടിക്ക് മുമ്പ് ശൂന്യമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന ആൾ ഇപ്പൊ ഉണ്ട്. മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാണ്. ഇതാനീം അഭ്യുപഗന്താഭ്യുപഗമ്യതേ പ്രാഗുത്പത്തേഹേ. ഉത്പത്തിക്ക് മുമ്പുണ്ടായിരുന്നില്ല എന്നല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ പറയുന്ന ആളുണ്ട്. പക്ഷെ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ എന്നാണെങ്കിലോ, അങ്ങനെ പറഞ്ഞാലും നിങ്ങളുടെ വാദം നിലനിൽക്കില്ല. കാരണം എന്താണ്? പ്രാഗുത്പത്തേഹേ സദഭാവസ്യ പ്രമാണ അഭാവാത്. പ്രാഗുത്പത്തേഹേ ഉത്പത്തിക്ക് മുമ്പ് സത് അഭാവസ്യ സത്തിന്റെ അഭാവത്തെ അറിയുന്നതിന് പ്രമാണ അഭാവാത് പ്രമാണം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെന്ത് പ്രമാണമാണുള്ളത്? അറിയാൻ ഒരാളില്ലെങ്കിൽ ശൂന്യമുണ്ട് എന്നെങ്ങനെ അറിയപ്പെടും? ഏറ്റവും ചുരുക്കാണ്. പ്രാഗുത്പത്തേഹേ അസദേവ ഇതി കൽപ്പന അനുപപത്തി. അതുകൊണ്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഉത്പത്തിക്ക് മുമ്പ് അസദേവ ഇതം സർവം എന്നുള്ള കൽപ്പന എന്താണ്? അത് യുക്തല്ല. അനുപപന്നഹേവ തസ്യ കൽപ്പനായാഹ അനുപപത്തി. പ്രാഗുത്പത്തേഹേ അസദേവ ഇതി കൽപ്പന അനുപപത്തി. ഇത്രയും കഴിഞ്ഞതിന്റെ ആവർത്തനമാണ്. ഇനി തുടർന്ന് അടുത്ത പാരഗ്രാഫ് നോക്കാം നമുക്ക്. നനു കഥം വസ്തുആകൃതേഃ ശബ്ദാർത്ഥത്തെ അസത് ഏകമേവ അദ്വിതീയമിതി പദാർത്ഥവാക്യാർത്ഥ ഉപപത്തിഃ തദനുപപത്തൗ ച ഇദം വാക്യം അപ്രമാണം പ്രസജ്യേത ഇതി ചേത് നൈഷ ദോഷഃ സദ്ഗ്രഹണ നിവൃത്തിപരത്വാദ് വാക്യസ്യ. സദിതി അയം താവത് ശബ്ദഃ സദാകൃതിവാചകഃ ഏകമേവ അദ്വിതീയമിതി ഏതൗ ച സച്ഛബ്ദേന സമാനാധികരണൗ തഥാ ഇദം ആസീദ് ഇതി ച തത്ര നഞ്ഞ് സദ്വാക്യേ പ്രയുക്തഃ സദ്വാക്യമേവ അവലംബ്യ സത് വാക്യാർത്ഥവിഷയാം ബുദ്ധിം സദേകമേവ അദ്വിതീയം ഇദം ആസീത് ഇത്യവം ലക്ഷണം തതഃ സദ്വാക്യാർത്ഥാത് നിവർത്തയതി. അശ്വാരൂഢഃ ഇവ അശ്വാലംബനഃ അശ്വം തദ അഭിമുഖ വിഷയാത് നിവർത്തയതി തദ്വത്. എന്താണ്? നനു. അപ്പൊ ഇവിടെ വേറൊരു ശങ്ക ഉന്നയിക്കപ്പെടുകയാണ്. അപ്പൊ പൂർവപക്ഷ മറുപടികൾ കഴിഞ്ഞു. വൈനാശികനും മറുപടി കൊടുത്തു, വൈശേഷികനും മറുപടി കൊടുത്തു. അങ്ങനെ ആ ഒരു പൂർവപക്ഷത്തിനുള്ള സമാധാനം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് വരികയാണ്. മന്ത്രത്തിന്റെ അർത്ഥം വിചാരം ചെയ്യാൻ. ഇതുവരെ മന്ത്രത്തിന്റെ അർത്ഥം നേരാവണ്ണം വിചാരം ചെയ്യല്ല ചെയ്തത്. അതിന്റെ മുന്നേ തന്നെ അവിടെ വൈശേഷികനും വൈനാശികനും ഒക്കെ കൊടുക്കേണ്ട മറുപടികൾ കൊടുത്തതിന് ശേഷമാണ് ഇപ്പോ മന്ത്രാർത്ഥം നോക്കാനായിട്ട് വരുന്നത്. ഏത് മന്ത്രാർത്ഥം? സദൈവ സൗമ്യേതമഗ്രാസീത് എന്നുള്ള മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ളത്
തത്ഹ ഏകേ ആഹുഃ അസദേവ ഇദം അഗ്രേ ആസീത് ഏകമേവ അദ്വിതീയം എന്നുള്ള വാക്യം. അപ്പൊ ആ വാക്യം യോജിക്കുന്നില്ലല്ലോ. അതെങ്ങനെയാണ്? അത് ശരിയല്ലല്ലോ ആ വാക്യം. ഇത് ശിഷ്യന്റെ ശങ്കയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എന്താണ് പറയുന്നത് ഇയാള്? നനു, ശിഷ്യൻ സംശയം ഉന്നയിക്കുകയാണ്. നനു എങ്ങനെയാണ്? ഇരിക്കട്ടെ. നനു എന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ, ഒരു ചോദ്യമാണ് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയോഗമാണ് നനു എന്നുള്ളത്. കഥം വസ്തുആകൃതേഹേ ശബ്ദാർത്ഥത്വേ അസത് ഏകമേവ അദ്വിതീയം ഇതി പദാർത്ഥവാക്യാർത്ഥ ഉപപത്തിഃ. എങ്ങനെയാണ് ഇത് രണ്ടും യോജിക്കുക? ഏത് രണ്ടും യോജിക്കുക? അസത്, ആസീത് എന്നുള്ള രണ്ട് വാക്കുകൾ എങ്ങനെയാണ് യോജിച്ച് നിൽക്കുക? കാരണം വസ്തുആകൃതേഹേ ശബ്ദാർത്ഥത്തിലെ വസ്തുവിന്റെ ആകൃതിക്ക് അനുസരിച്ചിട്ടാണ് ശബ്ദാർത്ഥം വരുന്നത്. ഒരു വസ്തുവിന്റെ പൊരുളിനെ, വസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ ശബ്ദം നിലകൊള്ളുന്നത്. അപ്പൊ വസ്തുവേ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ശബ്ദം നിലനിൽക്കില്ലല്ലോ. പക്ഷെ ഇവിടെ ശബ്ദം പറയുന്നു, വസ്തു ഇല്ല എന്നും പറയുന്നു. അപ്പൊ ഇല്ലായ്മയെ ഒരു വാക്കുകൊണ്ട് എങ്ങനെയാണ് അടയാളപ്പെടുത്താൻ പറ്റുക? അത് അയുക്തമല്ലേ? കഥം വസ്തുആകൃതേഹേ ശബ്ദാർത്ഥത്വേ, വസ്തുആകൃതിക്ക് അനുസരിച്ചിട്ടാണ് ശബ്ദാർത്ഥം വരുന്നത്, അഥവാ ശബ്ദാർത്ഥത്തിനനുസരിച്ചിട്ട് വസ്തുവിന്റെ ആകൃതി നിലകൊള്ളുന്നു എന്നിരിക്കെ എങ്ങനെയാണ്? കഥം എപ്രകാരമാണ്? അസത് ഏകമേവ അദ്വിതീയം ഇതി, അസത്ത് ഏകവും അദ്വിതീയവുമായിട്ടുള്ള അസത്ത്. കുറെ നേരം ഈ ഏകം അദ്വിതീയം എന്നുള്ളതിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഭാഷകാരൻ അത് തന്നെ തുടരുകയാണ്. അപ്പോ നമുക്ക് കൂടെ പോകാം. ശബ്ദാർത്ഥത്വേ വസ്തു ആകൃതേഹേ അസത് ഏകം ഏവ അദ്വിതീയം ഇതി പദാർത്ഥവാക്യാർത്ഥ ഉപപത്തിഃ കഥം. എങ്ങനെയാണ് ഈ പദാർത്ഥവും വാക്യാർത്ഥവും യോജിക്കുക? എന്താ വൈരുദ്ധ്യം? അസത്ത് എന്ന് പറയുന്നു, ആസീത് എന്നും പറയുന്നു. ആസീത് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ്, അസത്ത് പറഞ്ഞാൽ ഇല്ലായ്മയാണ്. ഇല്ലായ്മയും ഉണ്ടായിരുന്നു എന്നുള്ള പ്രസ്താവനയും എങ്ങനെയാണ് യോജിച്ചു പോകുക? അവിടെ പദാർത്ഥ വാക്യാർത്ഥ ഉപപത്തിഃ കഥം ഭവതി. പദാർത്ഥവും വാക്യാർത്ഥവും തമ്മിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ പദാർത്ഥവാക്യാർത്ഥങ്ങൾക്ക് എങ്ങനെയാണ് അർത്ഥപ്രസക്തി വരുന്നത്, അർത്ഥവത്വം വരുന്നത്? തദനുപപത്തൗച ഇതം വാക്യം അപ്രമാണം പ്രസജ്യത. അപ്പോ ശ്രുതിവാക്യം അപ്രമാണമായിട്ട് ഭവിക്കുമല്ലോ. അസദേവ ഇതമഗ്രേ ആസീത് എന്ന് ശ്രുതി പറയുമ്പോ ആ വാക്യത്തിൽ ദോഷമുണ്ട്. കാരണം അസത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടും യോജിക്കുന്നില്ല. അപ്പൊ അവിടെ ശ്രുതിവാക്യം അപ്രമാണമാണ് എന്നുള്ള ദോഷം വന്നു ചേരില്ലേ എന്ന് ശങ്ക. ഇത് ചെയ്ത് അങ്ങനെ സംശയിക്കുന്നുവെങ്കിൽ നൈഷദോഷ, അവിടെ ഒരു ദോഷമില്ല. എന്താന്ന് വെച്ചാൽ സദ്ഗ്രഹണ നിവൃത്തിപരത്വാത് വാക്യസ്യ. ഇവിടെ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? സത്താണ് ഉണ്ടായിരുന്നത് എന്നാണല്ലോ ആദ്യത്തെ വാക്യം പറയുന്നത്. ആ ബുദ്ധിയിൽ നിന്നും നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസദേവ ഇതമഗ്രേ ആസീത് എന്നുള്ള വാക്യം പ്രയോഗിച്ചിരിക്കുന്നത്. സത്താണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ നിന്നും അസത്താണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കിക്കാനാണ് ഈ വാക്യം പ്രയോഗിച്ചിരിക്കുന്നത്. സദ്ഗ്രഹണ നിവൃത്തി പരത്തുക അത് വാക്യസ്യ. മുഴുവനും തുടർന്ന് വരുന്ന ഭാഗം മുഴുവനും കേട്ടാലേ നമുക്ക് അർത്ഥവ്യക്തത വരുള്ളൂ. സദിത്യയം താവത് ശബ്ദ സദാകൃതിവാചക. സത് എന്നുള്ള ശബ്ദം സദാകൃതിവാചക, സത്ത് എന്നുള്ള തത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സദാകൃതിവാചക, സത്തിന്റെ ആകൃതിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് സത് എന്നുള്ളത്. ആകൃതി പറഞ്ഞ സത്തിനൊരു രൂപമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ആ സത്ത് എന്നുള്ള തത്വത്തെ സൂചിപ്പിക്കാനാണ് സത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഏകമേവ അദ്വിതീയം ഇത്യേതൗച്ച സച്ഛബ്ദേന സമാനാധികരണം. അത് നമുക്ക് തന്നെ ഇവിടെ ഭാഷകാരൻ അത് നമുക്ക് എടുത്ത് പറഞ്ഞു തരുന്നേ ഉള്ളൂ. നമ്മളത് നേരത്തെ മനസ്സിലാക്കിയതാണ്. സത് ഏകം ഏവ അദ്വിതീയം എന്നുള്ളത് സത്തുമായിട്ട് സമാനാധികരണത്തിലാണ്
എന്ന് വരുന്നത് ഏകം ഏവ അദ്വിതീയം എന്നുള്ള വാക്കുകള് വരുന്നത്. ഏകം ഏവ അദ്വിതീയം ഇത്യേതൗച്ച സച്ഛബ്ദേന സമാനാധികരണവും. അപ്പൊ ഏകം എന്ന് പറഞ്ഞാലും അത് സത്തിൽ ചെന്ന് നിൽക്കും. അതിന്റെ അർത്ഥം ഏവ എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം ചെന്നെത്തുന്നത് സത്തിലാണ്. അദ്വിതീയം എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം ചെന്നെത്തുന്നത് സത്തിലാണ്. എങ്ങനെയുള്ള സത്തിൽ? അന്യമായിട്ടുള്ള മറ്റൊന്നുമില്ലാത്ത കേവലമായിരിക്കുന്ന വസ്തുമാത്രം, അസ്തിത്വം മാത്രമായിരിക്കുന്ന സത്തിൽ. തഥാ ഇതം ആസീത് ഇതിജ, അതുപോലെ തന്നെ ഇതം ആസീത് എന്നുള്ളതും സമാനാധികരണത്തിലാണ്. ഇതം പറഞ്ഞാൽ ഈ കാണാകുന്നതെല്ലാം. എന്താ ഈ കാണാകുന്നതെല്ലാം എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കണത്? നമ്മളിപ്പോ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നത് എന്നാണോ? അങ്ങനെയല്ല. ഇതം സർവം എന്ന് പറഞ്ഞാൽ എന്തെന്ത് നാമരൂപങ്ങളോടൊത്ത് കാണപ്പെടുന്നുണ്ടോ അത് മുഴുവൻ എന്നാണ് ഇതം എന്നുള്ളതിന് അർത്ഥം. എന്തെന്ത് പ്രകടമായ വിധത്തിൽ മനസ്സിലാക്കപ്പെടുന്നുണ്ടോ അത് സർവവും തന്നെ. ഇതം സർവം, ഇതെല്ലാം എന്താണ്? സത് ആസീത്, സത്ത് ആയിരുന്നു. അപ്പൊ അവിടെ ആ വാക്കുകൾക്ക് മൊത്തത്തിൽ സമാനാധികരണം മനസ്സിലാക്കാൻ പറ്റും. അവിടെ തത്ര സദ്വാക്യേ പ്രയുക്ത എന്നാല് ഈ സദേവ സൗമ്യ ഇതമഗ്ര ആസീത് എന്നുള്ള വാക്യത്തിൽ പ്രയുക്തമായിരിക്കുന്ന നഞ്ഞെന്നുള്ള പ്രത്യയം, ആ പ്രത്യയം എന്താ ചെയ്യുന്നത്? സദ്വാക്യമേവ അവലംബ്യ, ശ്രുതിവാക്യം തന്നെ അവലംബിച്ചുകൊണ്ട് സദ്വാക്യാർത്ഥ വിഷയാം ബുദ്ധിം, സദ്വാക്യാർത്ഥ വിഷയമായിട്ടുള്ള ബുദ്ധിയെ ആ സദേകമേവ അദ്വിതീയം ആസീത് എന്നുള്ള വാക്യം നമ്മൾ അർത്ഥവിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു ഏകവും അദ്വിതീയവുമായിരിക്കുന്ന സത്തിനെ കുറിച്ചിട്ടുള്ള ബുദ്ധി ഉണ്ടാവുമോ ആ ബുദ്ധിയെ എന്ത് ചെയ്യുന്നു? സത് ഏകമേവ അദ്വിതീയം ഇതം ആസീത് ഇത്യവം ലക്ഷണാം ബുദ്ധിം, ഈ ലക്ഷണത്തോടുകൂടിയ യാതൊരു ബുദ്ധിയുണ്ടോ? ഏത് ബുദ്ധി? സജാതീയ വിജാതീയ സുഗതഭേദശൂന്യമായിരിക്കുന്ന ഏകമായിരിക്കുന്ന സത്തിനെ കുറിച്ചിട്ടുള്ള യാതൊരു ബുദ്ധി ആ മന്ത്രത്തെ, വാക്യത്തെ വിചാരം ചെയ്യുന്ന ആൾക്കുണ്ടാകുന്നുണ്ടോ? ആ അർത്ഥത്തിൽ നിന്നും ആ ബുദ്ധിയിൽ നിന്നും തതഃ പറഞ്ഞ ആ ബുദ്ധിയിൽ നിന്നും തതഃ സദ്വാക്യാർത്ഥാത് നിവർത്തയതി, ആ ഒരു ബുദ്ധിയിൽ നിന്നും, ഏതാണ് ആ ബുദ്ധി? സദ്വാക്യത്തിന്റെ അർത്ഥത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ബുദ്ധിയിൽ നിന്നും, സദ്വാക്യാർത്ഥ രൂപത്തിലുള്ള ബുദ്ധിയിൽ നിന്നും, ശ്രോതാവിന്റെ സദ്വാക്യാർത്ഥ രൂപത്തിലുള്ള ബുദ്ധിയിൽ നിന്നും നിവർത്തിപ്പിക്കുന്നു. അങ്ങനെയല്ല അവിടെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള മട്ടിൽ അയാളോട് പറയാണ്. സദാസീത് എന്നല്ല മനസ്സിലാക്കേണ്ടത്, പിന്നെയോ അസദാസീത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതുപോലെ ചോദിച്ചാൽ അശ്വാരൂഢ അശ്വാലംബന അശ്വം തത് അഭിമുഖ വിഷയാത് നിവർത്തയതി തദ്വത്. ഒരു അശ്വാലംബനായിട്ടുള്ള ഒരാള് എന്ന് വെച്ചാൽ ഒരു കുതിരയെ അവലംബിച്ചിട്ടുള്ള ഒരാള്, സഞ്ചരിക്കാനായിട്ട് കുതിരയെ അവലംബിച്ചിട്ടുള്ള ഒരാള്. അയാളിപ്പോ എങ്ങനെയാണ് പോകുന്നത്? അശ്വാരൂഢനായിട്ടാണ് പോകുന്നത്, കുതിര പുറത്തേറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അയാൾക്ക് വഴിയിൽ ചില തടസ്സങ്ങൾ വന്നു എന്ന് വെച്ചോട്ടെ, കുതിര ചില തടസ്സങ്ങളിലേക്ക് പോവുകയാണെന്ന് വെച്ചോട്ടെ, അയാൾ ഉദ്ദേശിക്കാത്ത വേറൊരു വഴിയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? തത് അഭിമുഖ വിഷയാത് നിവർത്തയത്, അഭിമുഖ വിഷയത്തിൽ നിന്നും ആ അശ്വത്തെ എങ്ങനെയാണോ നിവർത്തിപ്പിക്കുന്നത് അതുപോലെ സദ്വാക്യാർത്ഥത്തെ ഗ്രഹിക്കാനായിട്ട് പോകുന്ന ബുദ്ധിയെ അതിൽ നിന്നും അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഈ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത്. അതാണോ അപ്പം ഗ്രഹിക്കേണ്ടത്? അസത്യത്തിനാണോ ഗ്രഹിക്കേണ്ടത്? എങ്ങനെയാ അത് ഗ്രഹിക്കാൻ പറ്റുക? ഞാനില്ല എന്ന് ആർക്കെങ്കിലും ഗ്രഹിക്കാൻ പറ്റുമോ? അസത്ത് ആസീത് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? അവസാനം ഞാനില്ല എന്ന് മനസ്സിലാക്കണം. അതാണ് കേട്ടോ ശൂന്യവാദികള് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പം വൈശേഷികന്മാര് എന്ന് പറയുന്നത് വെറും എന്താ പറയാ, ആ ഒരു ദർശനത്തെ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അങ്ങനെ പഠിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവര് ലോകത്തിൽ പല വിധത്തിലുള്ള കർമ്മങ്ങളും അല്ലെങ്കിൽ ഉപാസനകളും അങ്ങനെയുള്ളതൊക്കെ അനുഷ്ഠിക്കുന്നവരായിരിക്കും. അല്ലാതെ ഒരു ജീവിത ദർശനമായിട്ട് വൈശേഷികത്തെ കൊണ്ട് നടക്കുന്നവര്
മനസ്സിലാക്കപ്പെടുന്നില്ല. അതിനെ ഒരു ദർശനം എന്നുള്ള നിലയ്ക്ക് പഠിക്കുന്നവരുണ്ടാവും. പക്ഷെ ബൗദ്ധന്മാർ അങ്ങനെയല്ല, ശൂന്യവാദികൾ അങ്ങനെയല്ല. ശൂന്യവാദികൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായിട്ടുള്ള മതം തന്നെയാണ്. അത് തന്നെ ജീവിത ലക്ഷ്യമായിട്ടെടുത്തിട്ട് അതിനായിട്ട് പരിശ്രമിക്കുന്ന വിഭാഗം ഇപ്പോഴും ഉണ്ട്. എന്താണ് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഞാനില്ല എന്ന്. അതാ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. തന്റെ അഭാവം. അതിനുള്ള ചില രീതികളും ഒക്കെ ഉണ്ട്. അതിനായിട്ടുള്ള ചില മെത്തേഡുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഞാനില്ല എന്ന് മനസ്സിലാവുക? അല്ലെ? ശരി. അപ്പൊ ഇപ്പോഴും സജീവമായിട്ട് അധികം അനുയായികളൊന്നും ഇല്ലെങ്കിലും ലോകത്തിൽ ഞാനില്ല, ശൂന്യത്തെ അറിയാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ ഉണ്ട്. അതാണ് സത്യം എന്ന് ധരിച്ചുകൊണ്ട്. ഏതായാലും സദ്വാക്യ നിവർത്തയതി അശ്വാരൂഢൈവാശ്വാലംബനഹാസ്യം തദഭിമുഖ വിഷയാത് നിവർത്തയതി തദ്വത്. എങ്ങനെയാണ് കുതിരപ്പുറത്ത് പോകുന്ന ഒരാള് വഴിയിലുള്ള തടസ്സത്തിൽ നിന്നും കുതിരയെ ഒന്ന് വ്യതിചലിപ്പിക്കുന്നത്, അതുപോലെ ഇവിടെ സത്യനെ അറിയാനായിട്ട് പോകുന്ന ബുദ്ധിയെ അതിൽ നിന്നൊന്ന് നിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്ന നന്യന്റെ താല്പര്യം. നതു പുനഃ സദഭാവം ഏവ അഭിധത്തെ. പക്ഷേ ഇങ്ങനെ അസദേകമേവ അദ്വിതീയം ആസീത് എന്ന് ഒരു വാക്യം ശ്രുതിയിൽ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അതാണ് ശ്രുതിയുടെ താല്പര്യം എന്ന് നിങ്ങൾ എടുക്കരുത്. ശ്രുതി അത് പറയാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് എടുക്കരുത്. നതു പുനഃ സദഭാവമേവ അഭിധത്തെ. ശ്രുതിയുടെ താല്പര്യം സത്തുണ്ടായിരുന്നില്ല എന്ന് പറയാന്നുള്ളതല്ല. സദഭാവം മാത്രം അഭിധത്തെ ശ്രുതി ന സദഭാവം മാത്രം അഭിധത്തെ. അതഃ പറയാണ് പുരുഷസ്യ വിപരീത ഗ്രഹണ നിവൃത്യർത്ഥപരം ഇതം അസദേവ ഇത്യാദി വാക്യം പ്രയുജ്യത്തെ. ആളുകൾക്ക് ചില കാര്യങ്ങൾ പറയുമ്പോ അതിന്റെ വിപരീത ബുദ്ധി ഉണ്ടാവാം. ആ വിപരീതമായിരിക്കുന്ന അല്ലെങ്കിൽ സ്വതേ വിപരീത ബുദ്ധി ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാദങ്ങൾ കേട്ടിട്ട് വിപരീത ബുദ്ധി ഉണ്ടാവാം. ആ വിപരീത ബുദ്ധിയിൽ നിന്നും നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത്. അസത്തുണ്ടായിരുന്നു എന്നുള്ളത് ഉപദേശിക്കല്ല ശ്രുതിയുടെ താല്പര്യം, മറിച്ച് അതൊരു പൂർവപക്ഷത്വേന പ്രയോഗിച്ചിട്ടുള്ള വാക്യമാണ്. അതുകൊണ്ട് അതിന് അപ്രാമാണ്യം വരുമോ? ഇല്ല. കാരണം വിപരീത ബുദ്ധിയെ എടുത്ത് കാണിച്ചതിന് ശേഷം അതിനെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ആ വാക്യത്തെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അസത്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടല്ല. ദർശയിത്വാഹി വിപരീത ഗ്രഹണം തതഃ നിവർത്തയിതും ശക്യതേ ഇത്യർത്ഥവത്വാത്. ഇതി അർത്ഥവത്വാത് അസദാദിവാക്യസ്യ ശ്രൗതത്വം പ്രാമാണ്യം ച സിദ്ധം ഇതി അദോഷഃ. ദർശയിത്വാഹി വിപരീത ഗ്രഹണം. ഒരാൾക്ക് എന്തൊക്കെ വിപരീത ഗ്രഹണം ഉണ്ടാവാം എന്നുള്ളതിനെ എടുത്തു പറഞ്ഞ് കാണിച്ചിട്ട് അതിനെ നിരാകരിക്കുക എന്നുള്ളതാണ് ശ്രുതിയുടെ താല്പര്യം. ഇങ്ങനെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെ? അസത്താണ് ഉണ്ടായിരുന്നത്. അത് വൈനാശികന്മാര്, ബൗദ്ധന്മാര്, ശൂന്യവാദികളല്ലേ? ശൂന്യവാദികള് ഇപ്രകാരം പറയുന്നുണ്ട്. പക്ഷെ അത് ശ്രുതി തന്നെ അവതരിപ്പിക്കുകയാണ്. ഈ ശ്രുതി ഏത് കാലത്തെ ആചാര്യൻ ഉപദേശിച്ചതാണെന്ന് നമുക്ക് അറിയില്ല. കാലം നിർണയിക്കാൻ പറ്റാത്ത അത്രയും പഴയ കാലത്ത് പോലും ഋഷിമാര് ഈ വിധത്തിൽ മനുഷ്യബുദ്ധി ചിന്തിക്കാൻ ഇടയുണ്ട് എന്ന് കണ്ടു. എങ്ങനെ? സത്തുണ്ട് എന്ന് ഉപനിഷത്ത് പറയുമ്പോ, സത്താണുള്ളത് എന്ന് ഉപനിഷത്ത് പറയുമ്പോ അങ്ങനെയല്ല, ഒന്നുമില്ല. കാരണം വിചാരം തെറ്റിപ്പോകാം, അല്ലെ? ഈ കാണാകുന്നതിന്റെയൊക്കെ ക്ഷണികത്വം മനസ്സിലാക്കുമ്പോ ബുദ്ധി ഉണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ക്ഷണികമായിട്ടുള്ളതെല്ലാം നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു സത്തിലാണ് എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ഈ നൈമിഷികമായിട്ടുള്ള, ശരിയാണ്, പ്രപഞ്ചത്തിലുള്ളതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. നമ്മളുടെ അനുഭവങ്ങൾക്കൊക്കെ മാറ്റമുണ്ട്. പക്ഷെ അനുഭവി മാറ്റമില്ലാതെ നിൽക്കുന്നുണ്ട്.
കാണപ്പെടുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാണപ്പെടുന്നവയ്ക്ക് മാറ്റമില്ലാത്തൊരു സത് ഉണ്മ അധിഷ്ഠാനമായിട്ടുണ്ട്. അതിനെയും നിഷേധിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷ്മ ഗ്രഹണ സാമർഥ്യം ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ വിധത്തിൽ ആളുകൾ ചിന്തയിൽ നിന്നും, അതായത് ഉണ്മയിൽ നിന്നും പരമാർത്ഥ സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അവരുടെ ചിന്തയിൽ ഗതി മാറിപ്പോയാൽ, ചിന്തയുടെ ആ ഒരു ഗതി മാറിപ്പോയാൽ സത്യത്തിൽ നിന്നും തീർത്തും വിപരീത ഗതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. സത്യാന്വേഷണമാണ് ആരംഭിച്ചത്. പക്ഷെ ആ സത്യാന്വേഷണം എവിടെ എത്തിച്ചേർന്ന അവസാനം ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം എന്നുള്ളതിൽ എത്തിച്ചേർന്നു. അതെങ്ങനെ യുക്തിസഹമാകും? അത് തലയിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്താണ്? അതിലേക്ക് കിടക്കുന്നില്ല ബുദ്ധി. ഒരു ധാരണയിൽ ഉറച്ചു കിടക്കുകയാണ്. ആ ധാരണയിൽ ഉറക്കാതെ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ചില ധാരണകളിൽ അങ്ങോട്ട് ഉറച്ചു പോയാൽ പിന്നെ അതിൽ നിന്നും ബുദ്ധിയെ ഇളക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ശരിയായിട്ടുള്ള യുക്തി ഉപയോഗിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മള് ബുദ്ധിയിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ധാരണകളിൽ നിന്നും ബുദ്ധി ഒരിക്കലും നിവർത്തിക്കില്ല. തെറ്റായ ധാരണകൾ നമ്മൾ ഉറപ്പിച്ചു വെച്ചാൽ ബുദ്ധി എപ്പോഴും യുക്തിയുടെ അപേക്ഷയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പൊ ശരിയായ യുക്തി കൊടുക്കണില്ല ബുദ്ധിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി അതിൽ തന്നെ ഉറച്ചു കിടക്കും. വേണമെന്ന് വെച്ചാൽ പറയുന്ന ആളോട് ബഹുമാനമൊക്കെ ഉണ്ടാവുകയായിരിക്കും, അല്ലെങ്കിൽ ആദരവുണ്ടാവുകയായിരിക്കും. ശങ്കരാചാര്യ സ്വാമികൾ വന്ന് പറയുന്നു, ശങ്കരാചാര്യ സ്വാമികളോട് വലിയ ബഹുമാനമുണ്ട്, അല്ലെങ്കിൽ സാക്ഷാൽ ദക്ഷിണാമൂർത്തി വന്ന് പറയുന്നു വലിയ ബഹുമാനമുണ്ട്. പക്ഷെ പറഞ്ഞാലും ബുദ്ധിയിൽ ആ യുക്തി പ്രവേശിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻധാരണയിൽ തന്നെ ഉറച്ചു കിടക്കും. അപ്പൊ അതാണ് ഈ അന്യ ദാർശനികന്മാർക്കൊക്കെ സംഭവിക്കുന്നത്. അവര് ഒരു ധാരണയിൽ അവിടെ ഉറച്ചു നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അവരുടെ ബുദ്ധി പ്രവേശിക്കാൻ അവര് അനുവദിക്കുന്നില്ല. ഒരു ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് ആ ഒരു ആശയത്തോടുള്ള താതാത്മ്യം എന്നുള്ളത്. ശരി, അതെന്താണ്? ദർശയിത്വാഹി വിപരീത ഗ്രഹണം തതഃ നിവർത്തയിതും ശക്യതേ ഇതി. അവരുടെ ശ്രുതിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ധാരണകൾ, നമ്മുടെ ബുദ്ധിയിൽ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള ധാരണകളൊക്കെ എടുത്തു കാണിച്ചിട്ട് ഇതെങ്ങനെ ശരിയല്ല എന്നുള്ളത് ബോധിപ്പിക്കുക എന്നുള്ളതാണ് ശ്രുതിയുടെ ഉദ്ദേശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്യം പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് ശ്രുതിയുടെ പ്രമാണപരമായിട്ടുള്ള വാക്യമല്ല, നമ്മൾ അസത്താണ് സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഈ ഒരു വാക്യം ശ്രുതി പ്രയോഗിച്ചിരിക്കുന്നത്. ദർശയിത്വാഹി വിപരീത ഗ്രഹണം തതഃ നിവർത്തയിതും ശക്യതേ ഇതി അർത്ഥവത്വാത്. ഇത്യർത്ഥവത്വാത് അസദാദിവാക്യസ്യ ശ്രവതത്വം പ്രാമാണ്യം ച സിദ്ധം ഇതി അദോഷഃ. ഈ വാക്യത്തിൽ ദോഷം നിങ്ങൾ പറയട്ടെ, ഇത് അദോഷമായിട്ടുള്ള വാക്യമാണ്. അപ്പൊ ഇവിടെ ശ്രീബുദ്ധ ഭഗവാൻ ബ്രഹ്മനിഷ്ഠനായിരുന്നെങ്കിലും ശ്രോത്രിയനായിരുന്നില്ല എന്ന കാരണം കൊണ്ടല്ലേ ബുദ്ധമതത്തിൽ ശൂന്യവാദം ഉടലെടുത്തത്. ബുദ്ധ ഭഗവാനിൽ നമുക്ക് അങ്ങനെ ദോഷം ആരോപിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ബുദ്ധ ഭഗവാൻ എന്താണ് ഉപദേശിച്ചത്? ചിലപ്പോ ബുദ്ധ ഭഗവാൻ ഉപദേശിച്ചത് ശിഷ്യന്മാർക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ആരെയും എന്താ പറയാ, ഇന്നയാള് അറിയുന്ന ആളായിരുന്നു, ഇന്നയാൾ അറിയുന്ന ആളായിരുന്നില്ല എന്നൊന്നും നമ്മൾ വിലയിരുത്താൻ നിൽക്കണില്ല. നമ്മൾ ആ വാദത്തെ മാത്രം അങ്ങോട്ട് എടുത്തിട്ട് അതിനെ അപഗ്രഥിക്കുക ചെയ്യുന്നത്. അല്ലാതെ ശരിയാണ്, വാദത്തിലൂടെ നമ്മൾ വ്യക്തികളിലേക്ക് എത്തിച്ചേരും. പക്ഷെ വ്യക്തികളെ കുറിച്ച് നമ്മൾ അങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? അതുകൊണ്ട് നമ്മൾ ആ വ്യക്തികളിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. ബുദ്ധ ഭഗവാൻ അറിയുന്ന ആളായിരുന്നു, അറിയുന്ന ആളായിരുന്നില്ലേ എന്നൊന്നും പറയാൻ നമുക്കാവില്ല. പക്ഷെ ബൗദ്ധന്മാര് പറയുന്നതില് വ്യക്തിപരമായിട്ട് ഇങ്ങനെയുള്ള അഭാവമുണ്ട്, അത് നമുക്ക് പറയാം. അത്രേ പറയുന്നുള്ളൂ. ബ്രഹ്മനിഷ്ഠനായിരുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠനായിരുന്നു, ശ്രോത്രിയനായിരുന്നില്ല, അതിൽ ശ്രോത്രിയനായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കാം. ബ്രഹ്മനിഷ്ഠനായിരുന്നോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ സാധിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ബൗദ്ധമതത്തിൽ ഇന്ന വിധത്തിലുള്ള ദോഷങ്ങളുണ്ട്,
അത് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പൊ ഖണ്ഡിക ഒന്നും കൂടി വായിക്കാം. നനു കഥം വസ്തുആകൃതേഹ ശബ്ദാർത്ഥത്തെ അസത് ഏകമേവ അദ്വിതീയം ഇതി പദാർത്ഥവാക്യാർത്ഥ ഉപപത്തിഃ. വായിക്കണം എന്നുണ്ടെങ്കിൽ കൂടെ വായിച്ചോളൂ കേട്ടോ. നനു കഥം വസ്തുആകൃതേഹ ശബ്ദാർത്ഥത്തെ അസത് ഏകമേവ അദ്വിതീയം ഇതി പദാർത്ഥവാക്യാർത്ഥ ഉപപത്തിഃ തദനുപപത്തൗ ച ഇദം വാക്യം അപ്രമാണം പ്രസജ്യേത ഇതി ചേത്. ഇത് പഠിക്കുന്ന ആളുടെ ശങ്കയാണ്. അപ്പൊ നൈഷദോഷ, ആ ദോഷം ഇവിടെ നിലനിൽക്കില്ല. കാരണം സദ്ഗ്രഹണ നിവൃത്തി പരത്വാദ് വാക്യസ്യ. അപ്പൊ ഇത് ബോധപൂർവം ഗുരുനാഥൻ പ്രയോഗിച്ചിട്ടുള്ളൊരു വാക്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇപ്രകാരമുള്ള വിപരീത ഗ്രഹണം ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. സദ്ഗ്രഹണ നിവൃത്തി പരത്വാദ് വാക്യസ്യ സദിത്യയം താവത് ശബ്ദഃ സദാകൃതിവാചകഃ ഏകം ഏവ അദ്വിതീയം ഇതി ഏതൗ ച സച്ഛബ്ദേന സമാനാധികരണൗ തഥാ ഇദം ആസീത് ഇതി ച തത്ര നന്യ സദ്വാക്യേ പ്രയുക്തഃ സദ്വാക്യമേവ അവലംബ്യ സദ്വാക്യാർത്ഥ വിഷയാം ബുദ്ധിം സദേകമേവ അദ്വിതീയം ഇദം ആസീത് ഇത്യേവം ലക്ഷണാം തതഃ സദ്വാക്യാർത്ഥാത് നിവർത്തയതി. അശ്വാരൂഢഃ ഇവ അശ്വാലംബനഃ അശ്വം തദഭിമുഖ വിഷയാത് നിവർത്തയതി തദ്വത് നതു പുനഃ സദഭാവമേവ അഭിധത്തെ. അതഃ പുരുഷസ്യ വിപരീതഗ്രഹണ നിവൃത്യർത്ഥപരം ഇദം അസദേവ ഇത്യാദി വാക്യം പ്രയുജ്യത്തെ. ദർശയിത്വാ ഹി വിപരീതഗ്രഹണം തതഃ നിവർത്തയിതും ശക്യത്തെ ഇതി അർത്ഥവത്വാത് അസദാദിവാക്യസ്യ. അസദാദിവാക്യം പറഞ്ഞാൽ അസദ് ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം. അസദാദിവാക്യസ്യ ശ്രൗതത്വം പ്രാമാണ്യം ച സിദ്ധം ഇതി അദോഷഃ. ഈ വാക്യത്തിൽ ദോഷമില്ല. തസ്മാത് അസതഃ സർവാഭാവരൂപാത് സത് വിദ്യമാനം. തസ്മാത് അസതഃ സർവ അഭാവരൂപാത് സത് വിദ്യമാനം അജായത സമുത്പന്നം. അഡഭാവഃ ഛാന്ദസഃ തസ്മാത് അസതഃ. അപ്പൊ ശ്രുതിവാക്യം പൂർണ്ണമായിട്ട് അർത്ഥം എടുത്തിട്ട് പറയാണ്. ശ്രുതിവാക്യത്തിന്റെ അർത്ഥം പൂർണ്ണമാക്കുകയാണ്. അസദേവേദമഗ്ര ആസീത് ഏകമേവാദ്വിതീയം എന്നാണല്ലോ വാക്യം. അപ്പൊ ആ വാക്യത്തിന് പൂർണ്ണമായിട്ട് അർത്ഥം പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. തസ്മാത് അസതഃ, ആ അസത്തിൽ നിന്നും എന്ത് സംഭവിച്ചു? വാക്യത്തിന്റെ തുടർച്ച എന്താണ്? തസ്മാത് അസതഃ സജ്ജായത എന്നാണല്ലോ മന്ത്രത്തിന്റെ അവസാന ഭാഗം. തസ്മാത് അസതഃ സജ്ജായത. സജ്ജായത എന്നല്ല പറയേണ്ടത് ശരിക്കും വ്യാകരണ പ്രകാരം. സദജായത പറയണം. അതെന്താണ്? അടഭാവം. അടഭാവം എന്ന് പറഞ്ഞാൽ അട്ട് എന്നുള്ള ഒരു പ്രത്യയം വരുന്നുണ്ട്. അതിവിടെ കാണുന്നില്ലല്ലോ. അട് ആഗമം പറയുന്നുണ്ടല്ലോ. അജായത ലങ്ങല്ലേ. അപ്പൊ ആ വേണ്ട എവിടെ? ആ അത് കാണുന്നില്ലല്ലോ വ്യാകരണം നിയമം അനുസരിച്ചിട്ട്. അപ്പൊ പറയണത് ഛാന്ദസം. അത് തെറ്റാണെന്ന് പറയില്ല ഒരിക്കലും. അതാണ് പാണിനീയത്തിനനുസരിച്ച്. പാണിനീയമാണല്ലോ ഇപ്പൊ നമ്മൾ പറയ്ക്ക് അംഗീകരിക്കുന്ന വ്യാകരണം. പാണിനീയത്തിനനുസരിച്ച് യോജിക്കാത്ത പ്രയോഗം വേദത്തിൽ കണ്ടാലും അതൊരിക്കലും തെറ്റാണെന്ന് പറയില്ല. പിന്നെ എന്താ പറയുള്ളൂ? അത് ഛാന്ദസമാണ് എന്ന് പറഞ്ഞിട്ട് അതിന് സാധുത്വം കൊടുക്കുക. പാണിനി മഹർഷി അങ്ങനെയാ ചെയ്തിട്ടുള്ളത്. ഛാന്ദസത്വാത് സാധു എന്ന് പറഞ്ഞിട്ട് അത് ദോഷയുക്താണ്, തെറ്റാണെന്ന് പറയാതെ അതിനെ അംഗീകരിക്കുക ചെയ്യുന്നത്. കാരണം വേദകാലത്ത് മറ്റൊരു വ്യാകരണ നിയമം വ്യാകരണം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ആർക്കറിയാം? ഇനി വേദത്തിൽ ഒരു ദോഷത്തെ ആരോപിക്കുക എന്നുള്ളത് അയുക്തമാണ് എന്നുള്ളത് കൊണ്ട്, വേദത്തിന് അത്രയും പ്രാമാണ്യം കൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് വേദത്തിൽ വ്യാകരണപരമായിട്ടുള്ള ദോഷമൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അത് അങ്ങേയറ്റം ബാലിശമാണ് എന്നുള്ളത് കൊണ്ട് പാണിനി മഹർഷി അത്യന്തം ആദരവോട് കൂടിയിട്ട് എന്ത് പറയും? തന്റെ വ്യാകരണത്തിന് നിയമത്തിന്
യോഗ്യമല്ലാത്ത ഒരു പ്രയോഗം വേദത്തിൽ കണ്ടാലും അത് ഛാന്ദസമാണ്, അതുകൊണ്ട് അത് സാധുവാണ് എന്ന് പറയുക ചെയ്യും. അപ്പൊ ഇവിടെ അടഭാവ ഛാന്ദസ, അജായത എന്നുള്ളിടത്ത് വെറും ജായത എന്ന് മാത്രം പ്രയോഗിച്ചത്, ആ എന്നുള്ളത് അവിടെ കാണാത്തത്, അത് ഛാന്ദസമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ അത് തെറ്റാണെന്ന് പറയരുത്. അപ്പൊ അജായത, അജായത പറഞ്ഞ എന്താ അർത്ഥം? ജനിച്ചു, ഉണ്ടായി. എന്തുണ്ടായി? സത്, വിദ്യമാനം, ഈ കാണാകുന്നത് മുഴുവനും തന്നെ അസതഃ സത് ജായത, അസത്തിൽ നിന്നും സത്ത് ഉണ്ടായി. സത്ത് എന്നുള്ളത് കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? വിദ്യമാനം, നമ്മളാൽ ഇപ്പോ മനസ്സിലാക്കപ്പെടുന്നത്. ഇതം സർവം, ഈ കാണാക്കുന്നതെല്ലാം എവിടുന്നുണ്ടായി? അസതഃ അജായത, അസത്തിൽ നിന്നും ഉണ്ടായി. ഇതാണ് ആര് പറയുന്നത്? ശൂന്യവാദികൾ പറയുന്നത്. അസത്തിൽ നിന്നുമാണ് ഇതെല്ലാം ഉണ്ടായത്. ഒന്നുമില്ലായ്മയാണ് ശരിക്കുള്ളത്, പക്ഷെ ഇപ്പൊ ഇതൊക്കെ കാണപ്പെടുന്നു മാത്രം. അപ്പൊ എന്ത് പറയണം? ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇതൊക്കെ ഇപ്പോ ഉണ്ടായിട്ടുള്ളത് പറയണം. അപ്പൊ അങ്ങനെ പറയുമ്പോ ശരിക്കും അവരെന്താ ചെയ്യുന്നത് എന്നാണെങ്കിൽ, ഇതം എന്നുള്ളതിൽ ഇപ്പൊ എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ അതിന് വാസ്തവികത കൽപ്പിക്കുകയാണ്. അവരറിയാതെ ഇപ്പൊ ഉള്ളത് സത്യമാണ് എന്ന് അംഗീകരിക്കുന്നതിന് തുല്യമാണ് ഈ കാണപ്പെടുന്നതിനെല്ലാം അധിഷ്ഠാനമായിട്ടൊരു നാമരൂപരഹിതമായിരിക്കുന്ന തത്വത്തെ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ. വേദാന്തം പറയുന്നത് എന്താണ്? ഇപ്പൊ ഈ കാണുന്നതൊന്നും തീരെ ഇല്ല എന്ന് പറയണില്ല, ഇത് തീരെ അസത്താണെന്ന് പറയണില്ല, ഇപ്പൊ ഇത് കാണപ്പെടുന്നുണ്ട്, എന്നാൽ അതേ സമയത്ത് ഇതിന് ആത്യന്തികമായിട്ട് സത്ത ഇല്ല എന്നും പറയുന്നു. എന്തുകൊണ്ടില്ല? ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും സത്ത് മാത്രമാണ്. സത്ത് ഭിന്നമായിട്ടുള്ള ഒരു വസ്തു ഇപ്പൊ ഇല്ല. മുമ്പുണ്ടായിരുന്നത് സത്താണ്. ഈ മുമ്പ് പിമ്പ് എന്നൊക്കെ പറയുന്നത് നാമരൂപ അഭിവ്യക്തിയുടെ മുമ്പും നാമരൂപ അഭിവ്യക്തിയുടെ ശേഷവും എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. വ്യാവഹാരിക തലത്തിലാണല്ലോ നാമരൂപ അഭിവ്യക്തി നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ അപേക്ഷയിൽ എന്ത് പറയുന്നു? നാമരൂപ അഭിവ്യക്തി ഇല്ലാത്ത തലത്തെ നമ്മൾ എടുത്തിട്ട് മുമ്പ് എന്ന് പറയുന്നു. സത്തിന്റെ തലത്തിൽ മുമ്പ് പിമ്പ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നും കൊണ്ട് മുമ്പ് പിമ്പ് പറയാം. എന്താണ് മുമ്പ് പറഞ്ഞാൽ അർത്ഥം? നാമരൂപാഭിവ്യക്തിക്ക് മുമ്പ്, ഇപ്പോഴോ നാമരൂപാഭിവ്യക്തിക്ക് ശേഷം. അപ്പൊ വേദാന്ത പക്ഷത്തിൽ ഇപ്പൊ നാമരൂപ അഭിവ്യക്തി ഉണ്ട്, മുമ്പ് നാമരൂപാഭിവ്യക്തി ഉണ്ടായിരുന്നില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഉള്ളത് സത്ത് മാത്രം. അപ്പോഴായാലും ഇപ്പോഴായാലും ഉള്ളത് എന്ത് മാത്രം? സത്ത് മാത്രം. അപ്പൊ സത്തിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞാലും അതൊരു ഉപചാരപൂർവകമായിട്ടുള്ള പറച്ചിൽ മാത്രമാണ്. നാമരൂപ അഭിവ്യക്തിയെ കുറിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പ്രസ്താവമാണ്. അതല്ലാതെ ഒരു സൃഷ്ടിയില്ല. ഇപ്പോഴും ഉള്ളത് സത്ത് തന്നെ. അതുകൊണ്ട് ഇതം സർവം എന്താണ്? വ്യവഹാര തലത്തിൽ മാത്രമുള്ളതാണ്, മിഥ്യയാണ്. ഇതെല്ലാം സദേവ എന്നുള്ളതാണ് വേദാന്തപക്ഷം. ശരി, നമുക്ക് തുറന്നുള്ള ഭാഗം നാളെ നോക്കാം. നാളെ ഇല്ല, മറ്റന്നാള് അല്ലെ. ഇനി നമ്മളുടെ ഒന്നിടവിട്ട ദിവസങ്ങളിലുള്ള ക്ലാസ് തുടരാമെന്ന് വിചാരിക്കുകയാണ്. മറ്റന്നാൾ നമുക്ക് നോക്കാം ഇതിന്റെ തുടർച്ച.